നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇറാനിലേക്ക് തന്നെയാണ്. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ബാസ് ആറാഗ്ചി ഇപ്പോൾ ട്രംപിന് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അതായത് ആയത്തുള്ള അലി ഖമേനി, ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മര്യാദയോടുകൂടി തന്നെ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് ഇപ്പോൾ അബ്ബാസ് ആറാഗ്ചി ഇപ്പോൾ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ട്രംപിനൊരു ശൈലിയുണ്ട്. ആ ശൈലി പിന്തുടർന്നുകൊണ്ടാണ് ഈ ട്രംപ് സംസാരിക്കാറ്. അബ്ബാസ് ആറാഗ്ചി പറയുന്നത് ആ ശൈലിയൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്നാണ് അബ്ബാസ് ആറാഗ്ചി ഇപ്പോൾ ഈ ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതായത് ന്യൂക്ലിയർ ഡീൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ മുമ്പോട്ട് പോകണമെങ്കിൽ, അതായത് ഇറാനുമായിട്ടുള്ള ന്യൂക്ലിയർ ഡീൽ എല്ലാം തന്നെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ട്രംപിന്റെ സംസാരിക്കുമ്പോഴുള്ള ടോണ് അത് ശ്രദ്ധിക്കണമെന്നാണ് അബ്ബാസ് ആറാഗ്ചിയുടെ ട്രംപിനെ ഓർമ്മപ്പെടുത്തുന്നത്. ട്രംപ് ആയത്തുള്ള അലി ഖമേനിയെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ അത് ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് എന്നാണ് അബ്ബാസ് ആറാഗ്ചി തൻ്റെ എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. ട്രംപ് പറഞ്ഞത് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് താനാണ് എന്ന രീതിയിൽ ഒരു കമന്റ് ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ ഇറാനെ പ്രകോപിപ്പിച്ചത്. എന്നാൽ റിയാലിറ്റി എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ശ്രമം, അതായത് ഇദ്ദേഹത്തെ കൊലപ്പെടുത്താനായിട്ടൊരു ശ്രമം നടക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് പൊതുവെ വിലയിരുത്തുന്നത്. കാരണം ഖമേനിക്ക് നേരെ ഒരു ചെറുവിരൽ ഇസ്രയേൽ അനക്കുകയാണ് എന്നുണ്ടെങ്കിൽ കനത്ത തിരിച്ചടി ഇസ്രയേലിന് കിട്ടുമെന്നൊരു തിരിച്ചറിവ് അത് ഇസ്രയേലിന് തന്നെയുണ്ട്. കാരണം ഇറാൻ മാത്രമായിരിക്കുകയില്ല, ചൈന, റഷ്യ, അതുപോലെ നിരവധി അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രയേലിനെതിരെ തിരിയുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം പോട്ടെ, ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടായപ്പോൾ അത് പ്രതിരോധിക്കാൻ പോലും പെടാപ്പാട് പെട്ട ഇസ്രയേൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്നൊരു ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ മറ്റൊരു വഴിയുമില്ലാതെ ഡാഡിയുടെ അടുത്തേക്ക് ഓടിപ്പോവുകയായിരുന്നു ഇസ്രയേൽ എന്നാണ് ഇദ്ദേഹം തന്റെ എക്സ് പോസ്റ്റിലൂടെ കുറിക്കുന്നത്. നോ ചോയ്സ് ബട്ട് റൺ ടു ഡാഡി എന്നാണ് ഇദ്ദേഹം എക്സ് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ചെറിയ ഒരു തിരിച്ചടിയിൽ തന്നെ അമേരിക്കയെ ആശ്രയിക്കേണ്ടി വന്ന ഇസ്രയേൽ തങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനിടെ ഇസ്രയേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഇസ്രയേലിനെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക മുടക്കിയ തുക അത് എത്ര കണ്ടുണ്ട്, അതിൻ്റെ ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. $800 മില്യൺ അമേരിക്ക ഇതിനായിട്ട് മുടക്കിയത്. ഈ 12 ദിവസത്തിനിടെ മുടക്കിയത് ഏകദേശം നമ്മളുടെ ഒരു ഇന്ത്യൻ രൂപ എടുത്തു കഴിഞ്ഞാൽ 6680 കോടി രൂപ. അത്രയുമാണ് അമേരിക്ക ഇസ്രയേലിന് വേണ്ടി മുടക്കിയത്. അതായത് അമേരിക്കയുടെ ടാക്സ് പേയേഴ്സിന്റെ മണിയാണ് മറ്റ് രാജ്യത്തിന് വേണ്ടി മുടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കക്കകത്ത് തന്നെ നിരവധി പേർ ഇപ്പോൾ അമർഷം ഉന്നയിക്കുന്നുണ്ട്. അതിനിടെയാണ് ഇത് സംബന്ധിച്ച് കണക്കുകൾ പുറത്തു വരുന്നത്. ഈ കണക്കുകളിൽ അമേരിക്ക ഇറാനിലേക്ക് നടത്തിയ ഈ ആക്രമണത്തിന്റെ കണക്ക് മാത്രമല്ല, ഈ താഡ് മിസൈൽ സിസ്റ്റം, അതായത് അമേരിക്കയുടെ താഡ് മിസൈൽ സിസ്റ്റം, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത്, അതിന് മുടക്കിയ ചെലവുമെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇത്തരം പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കി വെച്ച അമേരിക്കയ്ക്ക് ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടഞ്ഞിടാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. അതായത് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇസ്രയേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് നേരിട്ടത്. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ഇറാനിൽ നിന്നാണ് ആ വാർത്ത വരുന്നത്. ഇറാന്റെ മിസൈൽ പ്രോഗ്രാമുകൾ ഒന്നും തന്നെ US മുന്നിൽ അടിയറവ് വെക്കില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. ഇറാന്റെ മിസൈൽ ആക്ടിവിറ്റികളിൽ നിയന്ത്രണം വേണം എന്നുള്ള ഒരു പ്രസ്താവനകളെല്ലാം തന്നെ ഇറാൻ തള്ളിക്കളയുകയാണ്. അമീർ സയ്യിദ് ഇറാന്റെ UN അംബാസിഡറാണ്. അദ്ദേഹമാണ് ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. കാര്യം സിമ്പിളാണ്. ഇസ്രയേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ തീർച്ചയായിട്ടും ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയും ഒന്ന് പകച്ചു നിന്നുപോയി ആ സമയത്ത്. ഇനി ഇവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രസ്താവനകൾ വന്നാൽ തന്നെ, അതായത് ഈ ഒരു മിസൈൽ ആക്ടിവിറ്റിയിലെല്ലാം നിയന്ത്രണം വേണം എന്നൊരു പ്രസ്താവന വന്നാൽ തന്നെ ഈ അമേരിക്കൻ ഇൻട്രസ്റ്റിന് ഇറാൻ നിന്ന് തരില്ല എന്നൊരു പ്രസ്താവനയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇറാന്റെ ഫയർ പവർ കണ്ടാണ് ഇസ്രയേൽ ഈ യുദ്ധം നിർത്തിയത് എന്നുള്ള ഒരു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്നുണ്ട്. മറ്റ് രാജ്യങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് പറയാനായിട്ട് ഇസ്രയേലിന് എന്ത് അധികാരമാണുള്ളത്? നമ്മൾ വിശദമായിട്ട് ഈ ഒരു കാര്യം ഒന്ന് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇസ്രയേൽ ഇറാന് ചെലവിന് കൊടുക്കുന്നുണ്ടോ?
ഇസ്രയേൽ ഇറാന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ടോ? നല്ലത് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടോ? പിന്നെ ഇറാന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കണം എന്നുള്ള ഇസ്രയേലിന്റെ ഒരു ചിന്ത അതെങ്ങനെ വരുന്നു? അറബ് രാജ്യങ്ങളിൽ ചുരുക്കം ചില രാജ്യങ്ങൾ, ഞാൻ എടുത്തു പറയുന്നു ചുരുക്കം ചില രാജ്യങ്ങൾ അമേരിക്കൻ ഇൻട്രസ്റ്റിന് നിന്ന് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കുമോ ഇത്തരം ചിന്തകൾ വരുന്നത്? എന്നാൽ ഓർക്കേണ്ട കാര്യം, അമേരിക്കൻ ആജ്ഞകൾ അനുസരിക്കുന്ന ഒരു രാജ്യമല്ല ഇറാൻ. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ്. ആ ഒരു രാജ്യം ഒരിക്കലും അമേരിക്കൻ നിർദ്ദേശങ്ങൾ അതുപോലെ പാലിക്കുന്ന ഒരു രാജ്യമല്ല.